ആ കാണുന്ന മുരിങ്ങ മരത്തിന്ന് പിച്ചിയ മുരിങ്ങയിലയാണിത്. ഇത് വെച്ചിട്ട് നമുക്കൊരു അത്യുഗ്രനായ നല്ല ചൂടുള്ള പക്കോടി ഉണ്ടാക്കാം. ഓക്കെ, കമോൺ. നമ്മുടെ റെസിപ്പി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. നമുക്ക് ബേസനാണ് വേണ്ടത്. ബേസൻ എന്ന് വെച്ചാൽ കടലമാവ് ഏകദേശം ഇതേ കണക്കൊക്കെ ആയിരിക്കും നമ്മുടെ റെസിപ്പി. ഇതിനെ പക്കോടി എന്നാണ് പറയുന്നത്. കണ്ടേ കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ചില ആളുകൾ മൈദ ആഡ് ചെയ്യും, അത് കുറച്ച് ടേസ്റ്റ് വർദ്ധിക്കാൻ വേണ്ടി. പക്ഷേ റബ്ബർ കണക്ക് ശകലമായിരിക്കും. ചില ആളുകൾ അരിപ്പൊടി ആഡ് ചെയ്യും. അരിപ്പൊടി ചേർക്കുകയാണെങ്കിൽ ക്രിസ്പി കാണും. പക്ഷേ ഞാനിപ്പോൾ വെറും കടലമാവ്, ഇതിൻ്റെ തനതായ ഒരു രുചി എന്ന് പറഞ്ഞാൽ കടലമാവ് മാത്രമാണ്. അതിനകത്ത് നമുക്ക് എത്രയോ മുരിങ്ങയില ഇടുന്നു, അത്രയും നല്ലത് കേട്ടോ. അതായത് മുരിങ്ങയില പക്കോടിയാണ് കേട്ടോ. മുരിങ്ങയില ശരിക്കും ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. വേണ്ടേ, മാവും മുരിങ്ങയില കറക്റ്റ് ബറാബർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് വേണ്ട. ഇതിനകത്ത് നമ്മൾ പൊടികളെന്ന് പറയുന്നത് വെറും കായപ്പൊടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ബാക്കി വരുന്നത് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, ഇത്ര ഐറ്റങ്ങളാണ് വരുന്നത് കേട്ടോ. അപ്പം നമുക്കിതെല്ലാം ഇതിനകത്തോട്ട് തട്ടിയിടാം. നിങ്ങൾ ചിന്തിച്ച് നോക്കും, ഇതിനകത്ത് മുളക് പൊടിയില്ല. ഒത്തിരി ആളുകൾ കളറിന് വേണ്ടി കാശ്മീരി അല്ലെങ്കിൽ നമ്മുടെ റെഡ് കളറെല്ലാം ഇടും കടകളിലൊക്കെ. പക്ഷേ ഞാൻ തനത് രുചിയിലുണ്ടാക്കുവാണ്. ഇഞ്ചി, വെളുത്തുള്ളി വേണ്ട, ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, മുരിങ്ങയില, ഈ മാവ്, ഇത് മാത്രം വെച്ചിട്ട് കായപ്പൊടി, ഉപ്പും കൂടി ഇടും. അതുകൊണ്ട് ഞാൻ കുറച്ച് കായപ്പൊടി തട്ടിയിട്ട് കൊടുക്കുകയാണ്. കായപ്പൊടി ഇട്ട് ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിനകത്ത് ഉറപ്പായിട്ടും ഒരു അരി ഇടണം, കുറച്ച് സോഡാപ്പൊടി ഇടണം, അത് അത്യാവശ്യമാണ്. കുറച്ച് സോഡാപ്പൊടി ഇടാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഈ മുരിങ്ങയില അല്ലെങ്കിൽ വീട്ടിലുള്ള ഈ ചുമന്ന ചീരയോ ഏത് ചീര ഐറ്റം വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റ് വേണമെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്യാം. ഇവിടെ ഉണ്ട്, പക്ഷേ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് പത്തിഗോബി എന്ന് വെച്ചാൽ കോളിഫ്ലവർ അല്ല, ക്യാബേജിൻ്റെ ലീഫ് ആഡ് ചെയ്യാം. ഇതെല്ലാം വെച്ച് നമുക്ക് ചെയ്യാം. പക്ഷേ മോസ്റ്റ്ലി ഇവിടുത്തെ ഭാഷക്കാരെല്ലാം മുരിങ്ങയില ഇട്ടാണ് ചെയ്യുന്നത്. ഇവിടെ മാക്സിമം നമ്മൾ മുരിങ്ങയില യൂസ് ചെയ്യും ഇവിടെ ഉള്ളവർ. വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ. വെള്ളം ഒഴിച്ച് നിങ്ങളപ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിതിനെ നല്ല പെരട്ടുകയാണ്, എന്താ പറയുക, നല്ല കുഴയ്ക്കുകയാണ്. കുഴയ്ക്കുക എന്നല്ലല്ലോ പറയുന്നത്, ഇങ്ങനെ ഇത് എന്തായാലും ഞാനിതിനെ ഒന്ന് കുഴച്ച് വെക്കട്ടെ കേട്ടോ. ഒരു ദോശയുടെ മാവിൻ്റെ ആ ഒരു തിക്നെസ്സേ ആകാവൂ, അധികം വെള്ളം കൂടരുത്. അതുകൊണ്ട് നമ്മുടെ ബാറ്ററി ശരിയായി. നമുക്കിനി എത്രയും പെട്ടെന്ന് ഇത് ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നോക്കി, ഫുള്ള് മുരിങ്ങയിലയാണ് കണ്ടോ. മുരിങ്ങയില, ഉള്ളിയും വെറും കായപ്പൊടി മാത്രം, ഇഞ്ചി, പച്ചമുളക്. ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. അതുകൊണ്ട് എണ്ണ നല്ല ചൂടായി. ഞാൻ ഒരു ട്രിപ്പ് ഉണ്ടാക്കി നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ കാണിച്ചു തരുവാണേ. ഇങ്ങനെ ഇട്ടാൽ മതി. കണ്ടോ പക്കോടി റെഡിയാവുന്ന കണ്ടോ. ഇതാണ് പക്കോടി. ഞാൻ കുറച്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇത്ര ഉണ്ടാക്കി വെച്ചതാണ്. കണ്ടോ, ഫുള്ള് മുരിങ്ങയിലയാണ്. അടിപൊളി ക്രിസ്പിയാണ് കേട്ടോ. നമ്മുടെ എന്തുകൊണ്ട് ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. ഇതിനകത്ത് കടലമാവ് മാത്രമാണ് വന്നിരിക്കുന്നത്. അല്ല, വെന്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിതിപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. മാക്സിമം മുരിങ്ങയില കൊണ്ടുള്ള വിഭവങ്ങളാണ് പൊതുവെ നോർത്തിൽ ആളുകൾ ഉണ്ടാക്കുന്നത്. അവർ ഉണ്ടാക്കുന്ന സ്നാക്സിലൊക്കെ കടലമാവ്, മുരിങ്ങയില, ചീര ഇതൊക്കെ ആയിരിക്കും. മൈദ ഉൾപ്പെടുത്തത്തേയില്ല അവർ. നമ്മുടെ പക്കോടിയുടെ ഫൈനൽ റിസൾട്ടാണ് കേട്ടോ. പക്കോടിയായി. കുറച്ച് പേർക്കൊക്കെ ഞാൻ കഴിക്കാനുള്ളവർക്ക് കൊടുത്തു. പിന്നെ അതിനായിട്ട് നമ്മൾ പക്കോടിക്ക് സൈഡ് ഡിഷായിട്ട് നമ്മൾ ചമ്മന്തി, കടുവൊന്നും വറുക്കാത്തില്ല കേട്ടോ. നമ്മൾ പൊട്ടുകടല ഉണ്ടല്ലോ, ആ കടലയിട്ടുള്ള ചമ്മന്തി. പിന്നെ ചമ്മന്തി കഴിക്കേണ്ടവർക്ക് ചമ്മന്തി. പിന്നെ ഇതിൻ്റെ കൂടെ സോസും കൂടെ ചേർത്താണ് ഇവിടെ കഴിക്കുന്നത്. ഇവിടെ പൊതുവെ നോർത്ത് ഇന്ത്യൻകാർ ഇങ്ങനെയാണ് കഴിക്കുന്നത്. ചമ്മന്തിയും കാണും, അല്ലെങ്കിൽ സോസും കാണും. സോസാണ് മെയിൻ. എൻ്റെ തീരുന്നു കേട്ടോ, പുതിയ പാക്കറ്റ് മേടിക്കണം. ഇതാണ് ഫൈനൽ റിസൾട്ട്. തീർന്നില്ല, ഇതിൻ്റെ കൂടെ ചായയും കൂടെ വന്നാൽ ഫൈനലാവും. ഇതാണ് നമ്മളുടെ ഇന്നത്തെ വൈകിട്ടത്തെ സ്നാക്സ്. അങ്ങനെ പക്കോടി ഇഷ്ടമായവരെല്ലാവരും കമൻസിൽ രേഖപ്പെടുത്തണം കേട്ടോ, ഇഷ്ടമായെങ്കിൽ. എങ്ങനെയുണ്ട് നമ്മുടെ പക്കോടി?
കണ്ടേ ഫുള്ള് മുരിങ്ങയിലാണ് കണ്ടോ, മുരിങ്ങയില പക്കോടി, മുരിങ്ങയിലയും കടലമാവും.